എൻ്റെ കുറേ നാളത്തെ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞാനിന്ന് പോകുന്നത്. വേറെ എങ്ങോട്ടുമല്ല, മുത്തപ്പനെ കാണാനാണ് പോകുന്നത്. സാധാരണ എല്ലാവരും കണ്ണൂർ പറശ്ശിനിക്കടവ് പോയാണ് മുത്തപ്പനെ കാണുന്നത്. ബട്ട് ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ മുത്തപ്പൻ വരുന്നുണ്ട്. എന്തോ വഴിപാടുമായിട്ട് ബന്ധപ്പെട്ട് മുത്തപ്പൻ വരികയാണ്. അപ്പോൾ അവിടെ പോയാണ് ഇന്ന് കണ്ടത്. സത്യം പറയാമല്ലോ, ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. ശരിക്കും അടുത്ത് കണ്ടപ്പം ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു ആ സമയം. രാവിലെ ഒരു 5:30-6 മണി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അത് കഴിഞ്ഞപ്പോൾ അപ്പം തൊട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നൊരു അടുത്ത ദിവസം വെളുപ്പാങ്കാലം ഒരു 5:30 4:30 ആ ഒരു ടൈം ആയപ്പോഴത്തേക്കാണ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പൂജയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് മുത്തപ്പൻ വേഷമൊക്കെ ഊരി വെച്ചത്. പ്രസാദമായിട്ട് അവലും കടലയും ഉണക്കമീനും ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. അതും കഴിച്ചു. പിന്നെയും മുത്തപ്പനെ കാണാനായിട്ട് അവിടെ വന്ന് കാത്തിരുന്നു. തിരക്ക് കാണാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്ന് കാണാം, അനുഗ്രഹം വാങ്ങാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് പിന്നെയും മുത്തപ്പനെ കാണാൻ വന്നിരുന്നു. ഏകദേശം ഒരു സന്ധ്യാസമയമാണ്. ഇപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെയും ഫുഡ് കഴിച്ചു. ഞാനൊരു 12:30 തിരക്കൊക്കെ കഴിഞ്ഞൊരു 12:30-1 മണി സമയത്താണ് ഞാൻ അനുഗ്രഹം വാങ്ങാൻ ചെല്ലുന്നത്. അതുവരെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുത്തപ്പനെ കണ്ടപ്പം എന്താണ് എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കണ്ണീർ കുറുടാന്ന് കണ്ണീർ വരാൻ തുടങ്ങി. ഒരു നമ്മളോട് ചോദിക്കുന്ന ആ ഒരു ടൈം നമ്മൾ മറ്റെന്തോ ഒരു ലോകത്തായി പോകും. നമ്മളെ ആശ്വസിപ്പിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അതൊരു പ്രത്യേക ഫീലാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് കണ്ണൂർ പോയി ഒന്നുകൂടെ കാണണം. ഭയങ്കര ആഗ്രഹം. കണ്ണൂർ വരുമ്പോൾ എനിക്ക് പോകണം, തീർച്ചയായും പോയി.